അഡീനിയം പ്ലാന്റ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള രണ്ട് തരത്തിലുള്ള പോട്ടി മിക്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. ഒന്ന് കോക്കോ പീറ്റും ഉമിയും ചേർത്തിട്ടുള്ള ഒരു പോട്ടി മിക്സും, അടുത്തത് സിൻഡറും കോക്കോ പീറ്റും ചേർത്തിട്ടുള്ള ഒരു പോട്ടി മിക്സും. അപ്പോൾ ഈ രണ്ട് പോട്ടി മിക്സ് യൂസ് ചെയ്യുമ്പോഴും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും ഏതൊക്കെ സാഹചര്യങ്ങളിൽ നമുക്ക് ഈ പോട്ടി മിക്സ് മാറി മാറി ഉപയോഗിക്കാമെന്നുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഈ അഡീനിയം പ്ലാന്റ് ഞാൻ പോട്ട് ചെയ്തിരിക്കുന്നത് ചകിരിച്ചോറും ഉമിയും കൊണ്ടുള്ള പോട്ടി മിക്സിലാണ്. ഈ പോട്ടി മിക്സിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ റൂട്ടിന് നല്ല എയറേഷൻ കിട്ടും, വെള്ളം പെട്ടെന്ന് തന്നെ ഡ്രെയിൻ ഔട്ട് ചെയ്ത് പോവുകയും ചെയ്യും. പ്ലാന്റിന് ആവശ്യമായിട്ടുള്ള മോയ്സ്ചർ കണ്ടന്റ് ഈ പോട്ടി മിക്സിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും സാധിക്കും. പക്ഷെ നമ്മൾ ഈ പോട്ടി മിക്സ് സെലക്ട് ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തേത് നമ്മൾ വാട്ടറിങ് ആണ്. നമ്മളൊരു 3 days കൂടുമ്പോഴാണ് ഇതിൽ ഈ പോട്ടി മിക്സിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അതല്ലെങ്കിൽ നമ്മൾ ടോപ്പ് സോയിൽ ഒന്ന് ചെക്ക് ചെയ്യുക, ഏകദേശം 1 ഇഞ്ചോളം ഡ്രൈ ആയി കിടക്കുകയാണെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മഴക്കാലത്താണ്. മഴക്കാലത്ത് ഒരിക്കലും കണ്ടിന്യൂസ് ആയി മഴ കിട്ടുന്ന ഒരു ഭാഗത്ത് ഈ പ്ലാന്റ് പ്ലേസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ റൂട്ട് വരാനുള്ള സാധ്യതയൊക്കെ കുറച്ച് കൂടുതലാണ്. ഈ ഒരു അഡീനിയം പ്ലാന്റ് ഞാൻ പോട്ട് ചെയ്തിരിക്കുന്നത് സിൻഡറും കോക്കോ പീറ്റും കൊണ്ടാണ്. ഈ ഒരു പോട്ടി മിക്സിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ, ഒന്ന് റൂട്ടിന് നല്ല എയറേഷൻ കിട്ടും, വെള്ളം പെട്ടെന്ന് തന്നെ വാർന്നു പോകും. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, മഴക്കാലത്ത് എത്ര മഴക്കാലത്തും എത്ര പെരുമഴക്കാലത്തും നമുക്ക് ഈ പ്ലാന്റ് പുറത്ത് തന്നെ പ്ലേസ് ചെയ്യാം. പക്ഷേ ഈ ഒരു പോട്ടി മിക്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വാട്ടറിങ് തന്നെയാണ്. നമ്മൾ ഈ പോട്ടിംഗ് സോയിൽ ഡ്രൈ ആകുന്നതിനനുസരിച്ചിട്ട് ഡെയിലിയോ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സ് എങ്കിലും ഈ ഒരു പോട്ടിംഗ് സോയിലിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നാൽ മാത്രമേ പ്ലാന്റ് ഇതിന്റെ ലീഫ് ഒന്നും മഞ്ഞളിച്ച് പോവാതെ വളരെ ഹെൽത്തി ആയിട്ട് ഇരിക്കുകയുള്ളൂ.